ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ പുതിയ കാസ്റ്റിങ്ങുകൾ ലൂസിഫർ കഴിഞ്ഞതിന് ശേഷം എമ്പുരാനിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ മെയിൻ ഒരു ക്യാരക്ടറാണ് സുരാജ് വെഞ്ഞാറമൂട്. അത് പുള്ളി ഒരു നർമ്മത്തിലൂടെ ചാലിച്ച് പൃഥ്വിരാജിന് കൊടുത്ത പൃഥ്വിരാജ് അങ്ങനെ കേട്ടിട്ട് സെലക്ട് ചെയ്തെന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. അപ്പോൾ ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നവർ, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. പിന്നെ ഈ ക്യാരക്ടർ നല്ലതാകുമോ ചീത്തയാകുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്ന് വെച്ചാൽ ഒട്ടുമിക്ക ഹിറ്റ് പടങ്ങളും മോഹൻലാലിൻ്റെ അടുത്ത് നോക്കിയിട്ട് സുരാജ് വെഞ്ഞാറമൂട് വന്നിട്ട് വെറുപ്പിക്കണ ചില പരിപാടികൾ കാണിക്കാറുണ്ട്. സീരിയസിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇപ്പോൾ പുലിമുരുകൻ എടുത്താൽ പോലും ആ ഒരു സീരിയസ് സംഭവം നടക്കുമ്പോൾ ഇടയിൽ വന്നിട്ട് പുള്ളിയുടെ സ്ലാങ്ങിൽ ഒരു ഡയലോഗ് കോമഡി ഇറക്കാൻ നോക്കണ്, ചീറ്റിപ്പോണ്. അങ്ങനത്തെ സീനുകൾ പല സിനിമയിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ഒപ്പം കോംബോ ഉള്ളത്. ഈ പടത്തിലും അങ്ങനെ ആവർത്തിക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഡൈവിൻ രാജു ഞാനും കൂടെ അഭിനയിച്ച ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞു, രാജു ലൂസിഫർ ഞാൻ കണ്ടു. ഒരുപാട് പേര് പറയുന്നതാണ് ലൂസിഫർ ഞാൻ കണ്ടു, എനിക്ക് പടം ഇഷ്ടമായി. താങ്ക് യു അണ്ണ. പക്ഷെ ആ പടത്തിൽ ആരും മിസ്റ്റേക്ക്, ഒരു കുറവ് ഞാനത് കണ്ടുപിടിച്ചു, ഞാൻ റിയലൈസ് ചെയ്തു. രാജു അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ രാജു പറഞ്ഞില്ല, അങ്ങനെ ഇന്നുള്ളി ഭയങ്കര ക്യൂരിയോസിറ്റി ആയി അറിയാൻ എന്തായിരുന്നു ആ കുറവ്, എന്താണ് മിസ്റ്റേക്ക്. ഞാൻ പറഞ്ഞു വേറൊന്നുമില്ല, ഇല്ല എന്നുള്ളത് ഒരു വലിയ കുറവായിരുന്നു, അത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. പുള്ളി പെട്ടെന്ന് പൊട്ടിച്ചിട്ട് അതായിരുന്നു അല്ലേ, ശരിയാണ്, അത് ഇപ്പോഴാണ് എനിക്കത് പിടികിട്ടിയത്, സാരമില്ല. ഞാൻ പറഞ്ഞു ഇതിന്റെ സെക്കൻഡ് പാർട്ടുണ്ടല്ലോ എമ്പുരാനിൽ ആ കുറവ് ഉറപ്പായിട്ടും രാജു നികത്തിയിരിക്കണം. അപ്പൊ എന്നോട് പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ആ കുറവ് നികത്തിയിരിക്കും. ഞാൻ പറഞ്ഞില്ല, ആരാധകർ ചിലപ്പോൾ എന്തെങ്കിലും വിഷയമുണ്ട്, എല്ലാം ഞാൻ ഏറ്റു എന്ന് അന്ന് പറഞ്ഞു. കുറേ നാളിന് ശേഷം എനിക്കൊരു ഫോൺ കോൾ വന്നു, എന്നാ മറ്റേ ആ കുറവ് ഞാൻ ഇതിലങ്ങ് നികത്തുകയാണ്. അങ്ങനെ ആ കുറവ് എമ്പുരാനിൽ അദ്ദേഹം നികത്തി. കഥാപാത്രത്തിന്റെ പേര് സജനചന്ദ്രൻ. കേരള രാഷ്ട്രീയത്തിൽ കാര്യമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. വരുന്ന മാർച്ച് 27 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. 27 മുതൽ എമ്പുരാൻ സംസാരിക്കട്ടെ. മാർച്ച് 27, ഫെബ്രുവരി 21. ഇനി എത്ര ദിവസം കൊണ്ട് ശരിക്കും പറഞ്ഞ ഒരു ഫിലിം ശരിക്കും പറഞ്ഞാൽ കേരളക്കാരെ ഇളക്കി മറിക്കാനായിട്ട്. ഞാൻ എന്തായാലും ഫ്രം മൈ ഹാർട്ട് കട്ട വെയിറ്റിംഗ് ആണ്. മോഹൻലാൽ ഫാൻസ് ആണെങ്കിലും അല്ലെങ്കിലും ഇക്ക ഫാൻസ് ആണെങ്കിലും ആരാണെങ്കിലും വിജയ് ഫാൻ ആണെങ്കിലും മോഹൻലാൽ ഈ ഒരു പടം ഇൻ്റർനാഷണൽ ലെവലിലാണ് മേക്ക് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ എന്തായാലും നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് പടം കാണണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നമ്മൾക്ക് അടുത്ത ഒരു കാസ്റ്റിംഗ് ഉണ്ട്, പുള്ളിക്കാരനെ കൊണ്ടുവരാം. ഒരു നീഗ്രോയാണ്. എന്തായാലും അടുത്ത വീഡിയോ നിങ്ങളത് കാണണം, കണ്ട് വിലയിരുത്ത്. പുള്ളിക്കാരൻ്റെയൊക്കെ അവർ തന്നെ പറയുന്നുണ്ട്. ഇപ്പം മറ്റേ ഗോട്ട് ലൈഫ് ഇറങ്ങിയപ്പോൾ ഒരു അറബി അല്ലെങ്കിൽ ഒരു നീഗ്രോനെ വന്നിട്ട് അവരെ വിളിച്ചിട്ട് അതേപോലത്തെ സംഭവമാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവർ വീഡിയോസ് ഔട്ട് ചെയ്യണത്. അവരെ വിളിച്ച് ഇരുത്തി ഇൻ്റർവ്യൂ എടുത്ത് അവരെ കൊണ്ട് പറയിപ്പിച്ച് പൃഥ്വിരാജിൻ്റെ മെയിൻ പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഗോഡ് ലൈഫിൽ നമ്മൾ കണ്ടതാണ് ഇറങ്ങുന്നതിന് മുമ്പ് ആടുജീവിതം. അതിനു മുമ്പ് ഇതേപോലത്തെ ചെറിയ ചെറിയ പ്രൊമോഷൻ വീഡിയോസ് ആയിട്ട് ഇവരെ കൊണ്ട് തന്നെ സംസാരിപ്പിച്ച് അപ്ലോഡ് ചെയ്യിപ്പിക്കുന്ന പരിപാടി. അത് നല്ലൊരു കാര്യമാണ്, സിനിമയ്ക്ക് നല്ലൊരു ബൂസ്റ്റ് കിട്ടുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആ സിനിമ കാണാനുള്ള ഒരു ആകാംക്ഷ കൂടും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് സിനിമ ഒന്ന് കാണാൻ ശ്രമിക്കുക. അടുത്ത 27 മാർച്ച്. പറയണ്ട, പൊളി മാസമാണ്, തിളച്ച് ചൂട് കത്തും.